+2 പരീക്ഷയുടെ ഫലം വന്ന ദിവസം അപർണയുടെ ഹൃദയം ഒരു കുഞ്ഞു പക്ഷിയെപ്പോലെ മിടിച്ചു. അവൾക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കൂട്ടുകാരികൾക്ക് അതിലും നല്ല മാർക്ക് കിട്ടി. എല്ലാവരും അവരെക്കുറിച്ച് സംസാരിച്ചു. അപർണ, നിനക്ക് എന്താ പറ്റിയത്? ഇത്രയും പഠിച്ചിട്ടും നിനക്ക് എന്തുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടിയില്ല? അമ്മ ചോദിച്ചു. അപർണയൊന്നും മിണ്ടിയില്ല. അവൾക്ക് സ്വന്തം മാർക്കിൽ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം സ്കൂളിൽ പോയപ്പോൾ അവളുടെ കൂട്ടുകാരികൾ എല്ലാവരും ഭാവിയിലെ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും പോലെ സംസാരിച്ചു. അപർണയ്ക്ക് അവരുടെ സംസാരത്തിൽ ചേരാൻ കഴിഞ്ഞില്ല. അവൾക്ക് എന്താണ് ആകേണ്ടതെന്നറിയില്ലായിരുന്നു. ഒരു ദിവസം അവൾ ലൈബ്രറിയിലിരിക്കുമ്പോൾ ഒരു പഴയ നോട്ട്ബുക്ക് കണ്ടു. അത് അവളുടെ സ്കൂളിലെ പഴയ ഒരു അധ്യാപികയുടേതായിരുന്നു. അതിൽ നിറയെ കവിതകളും കഥകളുമായിരുന്നു. ആ നോട്ട്ബുക്കിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവരുടേതായ ഒരു വഴിയുണ്ട്. മറ്റുള്ളവരുടെ വഴി പിന്തുടരാൻ ശ്രമിക്കരുത്. ഈ വാക്കുകൾ അപർണയുടെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം കൊളുത്തി. അവൾ വീട്ടിലെത്തി അമ്മയോട് സംസാരിച്ചു. അമ്മേ, എനിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ താൽപ്പര്യമില്ല. എനിക്ക് എഴുത്തുകാരിയാകാനാണിഷ്ടം. അമ്മ ആദ്യം അത്ഭുതത്തോടെ അവളെ നോക്കി. എഴുത്തൊരു നല്ല ജോലിയല്ല അപർണ. അതിനു ഭാവിയില്ല, അമ്മ പറഞ്ഞു. പക്ഷേ അപർണ തന്റെ ഇഷ്ടത്തിൽ ഉറച്ചുനിന്നു. അവൾ തന്റെ നോട്ട്ബുക്കിൽ കഥകളും കവിതകളും എഴുതാൻ തുടങ്ങി. പരീക്ഷാഫലം വന്നപ്പോൾ കൂട്ടുകാരികൾ പലരും ഇഷ്ടമില്ലാത്ത കോഴ്സുകൾക്ക് ചേർന്നു. അവർക്ക് പഠനത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അപർണ തന്റെ ഇഷ്ടം കണ്ടെത്തിയതിൽ സന്തോഷിച്ചു. വർഷങ്ങൾ കടന്നുപോയി. അപർണ ഒരു പ്രശസ്തയായ എഴുത്തുകാരിയായി മാറി. അവളുടെ പുസ്തകങ്ങൾ ആളുകൾ ഇഷ്ടപ്പെട്ടു. അവൾക്ക് സ്വന്തം വഴി കണ്ടെത്തിയതിൽ അഭിമാനം തോന്നി. ജീവിതത്തിൽ വിജയം എന്നത് നല്ല മാർക്ക് നേടുന്നതല്ല, മറിച്ച് സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടരുന്നതാണ് എന്ന് അപർണ മനസ്സിലാക്കി. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാതെ സ്വന്തം വഴിയിൽ സന്തോഷം കണ്ടെത്താൻ അവൾ പഠിച്ചു.